CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കൽ, ഏക സിവിൽ കോഡ് നടപ്പിലാക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഹിന്ദുത്വ വികാരം ഉണ്ടാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉന്നം. മോഡി ഗ്യാരണ്ടി എന്ന അവകാശവാദവും അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടങ്ങളിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ ചെപ്പടി വിദ്യകളെയും ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. മാത്രമല്ല, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക തകർച്ച തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവസാന ഘട്ടമാകുമ്പോഴേക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ സംരക്ഷണവും അതുപോലെ സംവരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കൊപ്പം ഉയർന്നു വരികയും ചെയ്തു. വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ജനകീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറുക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കർഷകരും തൊഴിലാളികളും വനിതകളും വിദ്യാർത്ഥികളുമെല്ലാം നടത്തിയിട്ടുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ രാജ്യത്തെ കർഷകർക്കും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും എതിരായി നിലകൊള്ളുന്ന BJP ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പോലും ഈ ജനകീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള ശക്തിയായ ജനങ്ങളുടെ പ്രതിഷേധത്തോടെ സമനില തെറ്റിയ രീതിയിലാണ് പിന്നീട് പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ ഉന്നയിച്ചത്. മാത്രമല്ല, അദ്ദേഹം പച്ചയായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു വാർത്താ സമ്മേളനവും നടത്താൻ കൂട്ടാക്കാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ സംഭവവികാസങ്ങൾക്ക് ശേഷം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായി ശക്തിയായ വിശദീകരണം നൽകിക്കൊണ്ടുള്ള 70ഓളം അഭിമുഖങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നത്. 70 അഭിമുഖങ്ങൾ ഇതിനിടയിൽ നൽകുകയുണ്ടായി. പിന്നീട് ഞാൻ ജനിച്ചത് സാധാരണ രീതിയിലല്ലെന്ന് പ്രധാനമന്ത്രി വ്യാഖ്യാനിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ നേരവകാശിയാണ് താനെന്ന പ്രഖ്യാപനവും നടത്തി. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെയുണ്ടായി. ഇതിനപ്പുറം ഒരു അപവാദം ഗാന്ധിജിക്ക് നേരെ വരാനില്ല. ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്ര മോഡിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത്. ലോകം അറിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഐൻസ്റ്റീനും ലെനിനും ഹോച്ചിമിനും നെൽസൺ മണ്ടേലയും ഉൾപ്പെടെയുള്ള നിരവധിയായ
നേതാക്കൾ മാർട്ടിൻ ലൂതർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞ കാര്യം ലോകം അറിയുന്നതാണ്. അപ്പോൾ ഗാന്ധിജിയെ അപമാനിക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്, അവമാനിക്കുക എന്നുള്ള പദമല്ല നല്ലത്, വധിക്കാൻ ഗോഡ്സെ ചെയ്തതിനേക്കാളും വലിയ വധം ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അവസാനം ഇപ്പോഴും ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്. ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്കറിയാലോ ബുദ്ധൻ എങ്ങനെയാണ് ഈ പറയുന്ന പുതിയ ബുദ്ധ സന്യാസിയായിട്ട് മാറിയത് എന്നും അദ്ദേഹത്തിന് ആ സന്യാസത്തിലൂടെ അല്ലെങ്കിൽ ആ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞതുപോലെ നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി പറയില്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട. എനിക്ക് വിവേകാനന്ദ പാറയിൽ ഞാൻ തപസ്സിരുന്നപ്പോൾ, തപസ് എന്ന് പറയുമോ അല്ല പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല, ജൈവപരമായിട്ടുള്ള ഒരു സൃഷ്ടിയല്ല, ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞയാൾ ഞാൻ തന്നെ ദൈവമാണ് എന്നും 4-ാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമോ എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ചിത്രം. രാഷ്ട്രീയം ഇതുപോലെ അധപ്പതിപ്പിച്ച, വർഗീയവൽക്കരിക്കുക എന്ന നിലപാട് സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ബോധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് അപമാനകരമായ സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിൽ ഒരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു വലിയ വാർത്തയായിട്ടൊന്നും പത്രമാധ്യമങ്ങളിൽ സ്ഥലം പിടിച്ചില്ല. അത് ശശി തരൂരിൻ്റെ PA-യുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. 1/2 കിലോ സ്വർണം അദ്ദേഹവുമായിട്ട് ഇടപാട് നടത്തുന്ന സന്ദർഭത്തിൽ കസ്റ്റംസ് പിടിച്ചിരിക്കുകയാണ്. കള്ളക്കടത്ത് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് എയർപോർട്ടുകളുമായിട്ട് കേന്ദ്രീകരിച്ച് നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ശശി തരൂർ MP-യുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാരൻ ശിവകുമാർ പ്രസാദ് എയർപോർട്ടിലേക്ക് കടക്കുകയും ഇത്തരത്തിൽ 1/2 കിലോ സ്വർണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയേ ആയിട്ടില്ല. അതിനെ ഗൗരവപൂർവ്വം പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. അതാണ് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു നിലപാട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്ന് കോടതി, താഴെക്കോടതി, ഹൈക്കോടതി എല്ലാം തള്ളിക്കളഞ്ഞാലും അപവാദ പ്രചരണങ്ങൾ പുതുതായി രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ ചിലർ ഗവേഷണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമല ഇൻ്റർനാഷണലിനെ സംബന്ധിച്ച് മുമ്പ് ഒരു വലിയ വാർത്ത ഉണ്ടായതാണ്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് മിണ്ടാട്ടമില്ല. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ കോടതി തന്നെ കുറ്റവിമുക്തമാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പീലുമായി പോയി CBI
പുതിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് കേൾക്കേണ്ടതുള്ളൂ എന്ന മുന്നറിയിപ്പ് ഇപ്രാവശ്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കള്ളക്കടത്ത്, കൈതോല പാലിൽ കെട്ടിയ പണം, എല്ലാവർക്കും അറിയുന്ന നട്ടാൽ കുറുക്കാത്ത മുണ കേരളീയ സമൂഹത്തിൽ ചില ആളുകൾ പറയാനും ചില ആളുകൾ അത് പ്രചരിപ്പിക്കാനും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാനും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. ഈ സന്ദർഭത്തിലാണ് ഷോൺ ജോർജിൻ്റെ ആരോപണവും വരുന്നത്. എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണ പരമ്പര മാധ്യമങ്ങളും UDFും BJPയും ഒരേപോലെ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. മാത്യു കുഴനാടനും ഇതുപോലുള്ള നിരവധിയായ കളവുകൾ മുന്നോട്ടേക്ക് വെച്ച അവസാനം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ് ഒരു മൂലക്ക് ഇരിക്കുകയാണ്. അദ്ദേഹത്തെ കോടതിയുടെ പരാമർശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവകാശമാക്കുന്ന നിലയാണ് ഉണ്ടായത്. എന്താണിതിലെ യഥാർത്ഥ സ്ഥിതിയെന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വാർത്തയാക്കുന്ന സ്ഥിതി കേരളത്തിലെ UDFിൻ്റെയും BJPയുടെയും ഒപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് വരികയാണ്. ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം 2011 രജിസ്റ്റർ ചെയ്ത ലണ്ടൻ, ഇറ്റലി, ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി. ഇങ്ങനെയുള്ളൊരു കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ കമ്പനിയുമായി വീണക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം. അവരെന്നെ പറഞ്ഞു, വീണയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ എന്നാണ്. വീണയുടേതായിരുന്ന ആ കമ്പനി അതിന് എക്സലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യം ഇപ്പോഴും ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന സ്ഥിതിയുണ്ടായി. റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺകുമാർ, ഞാൻ പേരെടുത്ത് ബോധപൂർവ്വം തന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരോടും ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സൊല്യൂഷനും അതുപോലെ തന്നെ കൺസൾട്ടിങ് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വാർത്ത ചമച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. എക്സലോജിക് സൊല്യൂഷനും എക്സലോജിക് കൺസൾട്ടിങ് ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിഗമനത്തിലെത്തിയത് എന്ന് അദ്ദേഹം ചോദിച്ചു. മറുപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടും രണ്ട് കമ്പനിയാണ്. ഒരു ബന്ധമില്ലാത്ത രണ്ട് കമ്പനികളെ ചേർത്ത് കള്ളപ്രചാരവേല നടത്തി. ആ കള്ളപ്രചാരവേല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്താൻ മനോരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് അതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും
മനസ്സിലാവാനായിട്ടല്ല, മനസ്സിലാക്കിയിട്ടും ആ കാര്യം മൂടി വെച്ച് എന്തോ ഒരു ബന്ധം ഈ രണ്ട് കമ്പനികൾ തമ്മിലുണ്ട്, അക്കൗണ്ടുകൾ തമ്മിലുണ്ട്, കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ശ്രമമാണ് പിന്നീട് മനോരമ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തക ധർമ്മം എത്രത്തോളം വല്ലാത്ത രീതിയിൽ വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. BJPക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും മകളുടെയും എക്സാലോജിക്കിന്റെ വെളിപ്പെടുത്തൽ, കാരണം വീണ വിജയന് യാതൊരു ബന്ധവുമില്ലെന്ന വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്.